കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാറിൻ്റെ കൃത്യമായ ഇടപെടൽ കാരണം മാത്രമാണ് യമൻ കോടതി ആ വലിയൊരു വധശിക്ഷ തൽക്കാലം സ്റ്റേ ചെയ്തത്. നോക്കൂ, ലോകം കൈയടിക്കുന്നു, കേരളം കൈയടിക്കുന്നു, ഇന്ത്യ കൈയടിക്കുന്നു കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാറിന്. എന്നാൽ നമ്മുടെ നാട്ടിലുള്ള ഒരു ചാനൽ ജനൻ ടി വി വിഷം കാറുകയാണ്. എന്താണ് ജനൻ ടി വി? അതായത് ജനൻ ടി വിയോട് ഒരൊറ്റ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ മറുനാടൻ്റെ വിഷയത്തിലേക്ക് വരാം. ഓക്കെ, എൻ്റെ പൊന്നു ജനൻ ടി വി, കേരളത്തിൽ ഒരു വർഗമുണ്ട്, അതായത് മനുഷ്യവർഗം. ഈ വർഗത്തിന് ജാതി പ്രശ്നമല്ല. ഹിന്ദു ആയാലും മുസൽമാനായാലും ക്രിസ്ത്യനായാലും ഞങ്ങളൊന്നാണ്. ആ വർഗത്തിൻ്റെ പേരാണ് മനുഷ്യവർഗം. അതിന് നിങ്ങൾ വിഷം കാറിയിട്ട് എന്ത് കാര്യമാണ് ജനൻ ടി വി? അതായത് ഞങ്ങളുടെ സഹോദരന്മാർ, അതിപ്പോൾ ക്രിസ്ത്യനാകട്ടെ ഹിന്ദു ആകട്ടെ മുസൽമാനാകട്ടെ, ഞങ്ങളുടെ വർഗത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിച്ചാൽ ഞങ്ങൾ ഒറ്റക്കെട്ടാണ്. കാരണം ഞങ്ങളുടെ വർഗത്തിൻ്റെ പേര് മനുഷ്യൻ എന്നാണ്. ഓക്കെ, ഞങ്ങളുടെ എല്ലാവരുടെ ശരീരത്തിലുള്ളത് ചുവന്ന ചോരയാണ്. അതുകൊണ്ട് ഞങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം സംഭവിച്ചാൽ ഞങ്ങൾ ഒറ്റക്കെട്ടാണ്. അതിന് നിങ്ങൾ വിഷം കാറിയിട്ട് ഒരു കാര്യവുമില്ല. ഓക്കെ, കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാറിനെ കുറിച്ച് മറുനാടൻ മലയാളി, അതായത് സാജൻ സക്കറിയ പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. അതിനുശേഷം അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഒടുവിൽ രക്ഷകനായി എത്തിയത് സാക്ഷാൽ കാന്തപുരം ഉസ്താദാണ്. കാന്തപുരം ഉസ്താദ് ഇന്ത്യയിലെ ഗ്രാൻഡ് മുഫ്തി കൂടിയാണ്. അതായത് ഇന്ത്യയിലെ കോടിക്കണക്കിന് വരുന്ന മുസ്ലിം ജനതയുടെ ഏറ്റവും ആദരിക്കപ്പെടുന്ന വ്യക്തിത്വമാണ് കാന്തപുരം ഉസ്താദ്. കാന്തപുരം മുസ്ലിയാർ ഇക്കാര്യത്തിൽ വാക്കു നൽകിക്കൊണ്ട് രംഗത്ത് വന്നപ്പോഴേ എങ്ങും പ്രതീക്ഷ ജനിച്ചിരുന്നു. കാന്തപുരത്തിന് അത് സാധിക്കും എന്ന് വിശ്വസിക്കുന്ന അനേകം പേരുണ്ട്. കാരണം ആഗോള മുസ്ലിം സമൂഹത്തിലെ മതപണ്ഡിതന്മാരുമായി ഭരണാധികാരികളുമായി ഏറ്റവും അധികം ബന്ധമുള്ള ആത്മീയ നേതാവാണ് കാന്തപുരം ഉസ്താദ്. നോക്കൂ, ഞാൻ എന്തുകൊണ്ട് മറുനാടൻ്റെ വീഡിയോ സൈഡിൽ വെക്കുന്നു? നിങ്ങൾക്കൊക്കെ അറിയുന്ന ഒരു കാര്യമാണ്, മറുനാടന് മുസ്ലിമീങ്ങളോട് ചെറിയൊരു വിരുദ്ധമുണ്ട്. അതിപ്പോൾ ഞാൻ പറയാതെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇവിടെ മറുനാടൻ പോലും കൈയടിക്കുമ്പോൾ ജനൻ ടി വിയുടെ ഒരു അവസ്ഥ, അതാണ് ഞാനിവിടെ കൊണ്ടുവരാൻ ശ്രമിച്ചത്. അതായത് ഞാൻ ആഗ്രഹിക്കുന്നത് മതേതര കേരളമാണ്. നമ്മളെല്ലാവരും ഒന്നാണ്, ഒരു ചോരയാണ്, മനുഷ്യരാണ് നമ്മുടെ വർഗം. അത് ഞാൻ ആദ്യമേ പറഞ്ഞു. അപ്പോൾ നമുക്ക് വേണ്ടത് ഇനി മുന്നോട്ടും അങ്ങനെ തന്നെയാണ്. അങ്ങനെ ആരെങ്കിലും ഇപ്പോൾ കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ ഇത്ര നല്ല പ്രവൃത്തി ചെയ്യുമ്പോൾ ജനൻ ടി വി എന്തിനു വിഷം കാറുന്നു? യമനിൽ ഏറ്റവും സ്വാധീനമുള്ള സൂഫി വര്യന്മാരോടൊക്കെ കാന്തപുരം ഉസ്താദിന് ബന്ധമുണ്ട്. അങ്ങനെ യമനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂഫി നേതാവായ ഷെയ്ഖ് ഹബീബ് ഉമറുമായുള്ള കാന്തപുരം ഉസ്താദിന്റെ ബന്ധം ഇവിടെ ഉപയോഗിക്കുന്നു. ഉസ്താദിന്റെ ആവശ്യപ്രകാരം ഷെയ്ഖ് ഹബീബ് അമീർ ഇന്ന് നിർണായകമായ ഒരു യോഗം ചേർന്നു. ഈ യോഗത്തിൽ കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ ഉണ്ടായിരുന്നു, സുപ്രീം കോടതി ജഡ്ജിമാരുണ്ടായിരുന്നു, അറ്റോർണി ഉണ്ടായിരുന്നു, അതുപോലെ പ്രധാനപ്പെട്ട പണ്ഡിതന്മാരെല്ലാം ഉണ്ടായിരുന്നു. അതായത് ഈ തീരുമാനം പ്രഖ്യാപിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യേണ്ട എല്ലാവരും ഉണ്ടായിരുന്നു. തലാലിന്റെ കുടുംബം ബ്ലഡ് മണി സ്വീകരിച്ച് മോചിപ്പിക്കുന്നതിനോട് പൂർണ്ണമായും യോജിപ്പുള്ള ആളല്ല. എന്നാൽ ഭരണകൂടത്തിന്റെ സമ്മർദ്ദം, മതപണ്ഡിതന്മാരുടെ സമ്മർദ്ദം ഒക്കെ ആയപ്പോൾ അതിന് വഴങ്ങി എന്ന് വേണം മനസ്സിലാക്കാൻ. നോക്കൂ, എന്തൊരു ക്ലിയർ ആയിട്ടാണ് മറുനാടൻ പറയുന്നത്. അതായത് നമുക്കൊക്കെ അറിയാം, കുറേ ചർച്ചകൾ ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട് നിമിഷപ്രിയയെ മോചിപ്പിക്കാൻ വേണ്ടി. ഒന്നും നടന്നിട്ടില്ല. ഏറ്റവും അവസാനം എ.പി. അബൂബക്കർ മുസ്ലിയാറിൻ്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയാണ് ഫലം കണ്ടത്. അത് ക്ലിയറായി മറുനാടൻ പറയുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ജനൻ ടി വി നിങ്ങൾ മനസ്സിലാക്കാത്തത്? അതല്ല, എനിക്കറിയാത്തത് കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഒരാളൊരു നല്ല പ്രവൃത്തി ചെയ്യുമ്പോൾ അതിനെയും കൂടി കാണിക്കുന്നവരാണ് നല്ല മനുഷ്യർ. ഓക്കെ, എന്തായാലും ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്ത പുറത്തു വന്നിരിക്കുന്നു. നിമിഷപ്രിയയുടെ വധശിക്ഷ നാളെ നടപ്പിലാക്കില്ല, അത് മാറ്റിവെച്ചിരിക്കുന്നു. അതിനർത്ഥം നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കിയെന്നല്ല. അതിനെക്കുറിച്ച് ഇനിയും ചർച്ച നടത്തണം. ബ്ലഡ് മണി സ്വീകരിച്ച് ഒഴിവാക്കാൻ കുടുംബം തയ്യാറാവുകയാണെങ്കിൽ വധശിക്ഷ മാറ്റിവെക്കാൻ സാങ്കേതിക തടസ്സമില്ല. എന്നാൽ കുടുംബം ഇതുവരെ പൂർണ്ണ മനസ്സോടെ അതിന് സമ്മതം മൂളിയിട്ടില്ല. ആ കുടുംബത്തിന്റെ മേൽ ശക്തമായ സമ്മർദ്ദം യമൻ സർക്കാരിന്റെ ഭാഗത്തും വന്നു തുടങ്ങിയിരിക്കുന്നു. ഇത് വളരെ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. നോക്കൂ, ഇതാണ് പ്രതീക്ഷ. അതായത് നിലവിൽ മതപണ്ഡിതന്മാരും യമനിലെ ഭരണകൂടവും ആ കുടുംബത്തോട് പറയുകയാണ്, ഇത് നിങ്ങൾ മേടിച്ചേ മതിയാവും, എങ്ങനെയെങ്കിലും നിങ്ങൾക്ക്, അതായത് ചോദിക്കുന്ന പൈസ തരും. അതാണ് മലയാളികൾ. നിങ്ങൾ എത്ര കോടി, 100 കോടി ചോദിച്ചാലും അത് തരാൻ അവർ തയ്യാറാണ്. നിങ്ങൾ ഇതിന് വഴങ്ങിയേ മതിയാവൂന്ന് മതപണ്ഡിതന്മാരും ഭരണകൂടവും പറയുമ്പോൾ അതവർക്ക് സ്വീകരിച്ചേ മതിയാവും.
എന്തൊരു ക്ലിയർ ആയിട്ടാണ് മറുനാടൻ പറയുന്നത്. അതായത് ഞാൻ എടുത്തു പറയാൻ കാരണം ജനം ടി വിക്ക് പോലും മനസ്സിലാവാത്ത കാര്യങ്ങൾ ക്ലിയറായി മറുനാടന് മനസ്സിലാവുന്നു. കാരണം നമുക്കൊക്കെ അറിയാം RSS BJPക്ക് നല്ല രീതിയിൽ സപ്പോർട്ടുള്ള ഒരാളാണ് മറുനാടൻ. അദ്ദേഹം പോലും ഇത്ര ക്ലിയറായി AP അബൂബക്കർ മുസ്ലിയാർ ചെയ്തത് അത് ശരിയെന്ന് പറയുമ്പോൾ ജനം ടി വി എന്തുകൊണ്ട് നിങ്ങൾക്കിത് മനസ്സിലാവുന്നില്ല? ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. ഇപ്പോൾ നേരിട്ടാണ് എല്ലാ ചർച്ചകളും. ഏറ്റവും വലിയ കടമ്പ ഒഴിഞ്ഞു പോയിരിക്കുന്നു. ഹൂത്തി ഭരണകൂടത്തിന്റെ ഭാഗമായിരിക്കുന്ന സംവിധാനങ്ങളൊക്കെ ഇപ്പോൾ കാന്തപുരം ഉസ്താദിന്റെ അഭ്യർത്ഥന മാനിച്ച് ഈ വിഷയത്തിലേക്ക് ഇടപെട്ടിരിക്കുന്നു. പ്രതീക്ഷ ഇപ്പോൾ 10 മടങ്ങായി വർദ്ധിച്ചിരിക്കുന്നു. എന്തായാലും നാളത്തെ വധശിക്ഷ മാറ്റിവെച്ചിരിക്കുന്നു. ഇനി ചർച്ചകൾ ഉണ്ടാവും. ബ്ലഡ് മണി കൊടുക്കാനാണെങ്കിൽ അത് എത്ര എന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ ഉണ്ടാവും. അത് എത്രയാണെങ്കിലും കൊടുക്കാൻ തയ്യാറായി മലയാളി സമൂഹമുണ്ട്. അത് 100% ശരിയാണ്. ഇനിയിപ്പോൾ യമനിലെ കൊല്ലപ്പെട്ടവൻ്റെ കുടുംബം 200 കോടി ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞാലും ഞങ്ങൾ മലയാളികൾ അത് പിരിക്കും. അത് നമുക്ക് ജനം ടി വിയെ പോലെയുള്ള ആ ഒരു ചെറിയ വിഭാഗത്തെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന്മാർ എന്ന് പറയുന്ന ഒരു സമൂഹമുണ്ട്, നമ്മളെപ്പോലുള്ളവർ. നമുക്കതായത് ജാതിയില്ല, മതമില്ല, നമ്മൾ ചിന്തിക്കുന്നത് മനുഷ്യമാണ്. നമ്മളിൽ ഒരേ വർഗമുള്ളൂ, അത് മനുഷ്യവർഗമാണ്. ആ മനുഷ്യവർഗം ഒറ്റക്കെട്ടായി തീരുമാനിക്കും. നമ്മൾ 200 കോടി ചോദിച്ചാലും നമ്മളത് കൊടുക്കും. ജനം ടി വിയെ പോലെയുള്ള ടി വികൾ എത്ര വിഷം തുപ്പിയാലും ഞങ്ങളുണ്ട്. അതായത് പേഴ്സണലി ഞങ്ങൾക്ക് ഹിന്ദു, മുസൽമാൻ, ക്രിസ്ത്യൻ അങ്ങനെ പറയുന്ന ഒരു സംഭവമേ ഇല്ല. ഞങ്ങൾക്കുള്ളത് മനുഷ്യന്മാരാണ്, അത് മാത്രമാണ്. ഓക്കെ, ഏറ്റവും അവസാനമായി ആരിഫ് ഹുസൈൻ ഒരു വിഷം കൂടി കാറിയിട്ടുണ്ട്. അതായത് AP അബൂബക്കർ മുസ്ലിയാറിനെ കുറിച്ച് ആരിഫ് ഹുസൈൻ ഒരു വലിയൊരു വിഷം കാറിയിട്ടുണ്ട്. അതും കൂടി കേട്ട് ആരിഫ് ഹുസൈന് 2 ചുട്ട മറുപടി കൊടുത്ത് നമുക്ക് ഈ വീഡിയോ മൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, നോക്കൂ ആരിഫ് ഹുസൈൻ്റെ പോസ്റ്റ്. കാന്തപുരത്തിന് ഹൂത്തി ബന്ധം ദുരൂഹം അന്വേഷിക്കണം. അതായത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാറിന് ഹൂത്തികളുമായി ബന്ധമുണ്ട്, അതിനെ നമ്മൾ അന്വേഷിക്കണമെന്നാണ് ആരിഫ് ഹുസൈൻ പറഞ്ഞത്. എടാ തെമ്മാടി ആരിഫ് ഹുസൈനെ, നിന്നോടൊരു കാര്യം പറയുകയാണ്. നിന്നെക്കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഒരൊറ്റ കാര്യം പറയുകയാണ്, ഇന്നെങ്ങാലും AP അബൂബക്കർ മുസ്ലിയാർ മിണ്ടാണ്ടെങ്കിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഇന്ന് 11 മണിക്ക് നിമിഷപ്രിയയെ തൂക്കിലേറ്റുന്ന ഒരു രംഗം ഞാനും നീയും കാണേണ്ടി വരും ആരിഫ് ഹുസൈനെ. ചിന്ത എന്ന് പറഞ്ഞ സാധനം നിനക്കില്ലട പൊന്ന. ഞാനൊന്നും പറയുന്നില്ല, യൂട്യൂബ് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട്. എന്തിന് വിഷം കാറുന്നു? നിന്നെക്കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ, പറ്റുന്നവർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് സപ്പോർട്ട് നീ കൊടുക്കണ്ട. ഒന്ന് മിണ്ടാണ്ടെങ്കിൽ ഇരുന്നൂടെ? നീ സപ്പോർട്ട് തരണമെന്ന് ഞാൻ പറയുന്നില്ല, മിണ്ടാണ്ടെങ്കിൽ ഇരുന്നൂടെടാ. അതായത് എൻ്റെ പൊന്നു ആരിഫ് ഹുസൈനെ, നാണോ മാണോ എന്ന് പറഞ്ഞ സാധനം നിനക്കുണ്ടോടാ? ഒരാൾ നല്ല പ്രവൃത്തി നമ്മുടെ രാജ്യത്തിന് വേണ്ടി ചെയ്യുമ്പോൾ നിന്നെപ്പോലെയുള്ളവർക്ക് സപ്പോർട്ട് കൊടുക്കാൻ മനസ്സില്ലെങ്കിൽ മിണ്ടാണ്ടെങ്കിലും ഇരുന്നൂടെടാ പൊന്ന കൊലയാളി മോനെ. അപ്പോൾ ഏതായാലും ഒരു കാര്യം കൂടി പറയുകയാണ്, നമ്മളെല്ലാവരും ഒന്നായി. ഇനി ഒരിക്കലും ഞങ്ങൾ ജാതിയുടെ പേരിൽ തല്ലാക്കൂല, ഞങ്ങൾ മതത്തിൻ്റെ പേരിൽ ഒന്നും പറഞ്ഞ് ഞങ്ങൾ ഇഷ്യൂ ഉണ്ടാക്കൂല. ഞങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും ഒന്നാണ്, നിങ്ങളെല്ലാവരും തീരുമാനിക്കുക. അപ്പോൾ ഏതായാലും ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.